വ്യാപിച്ചിരിക്കുന്നവൻ, ജഗദീശ ജഗന്മയ. ഈ ജഗത്ത് എന്നുള്ള ശബ്ദം, ഇതൊക്കെ ഓരോ ശബ്ദങ്ങളുണ്ടല്ലോ, പഠിക്കാൻ നല്ല രസമാണ്. നമ്മുടെ ഋഷീശ്വരന്മാർ ഈ പ്രപഞ്ചത്തെ ജഗത്തെന്ന് വിളിച്ചപ്പോൾ നമ്മളതിൻ്റെ അർത്ഥം പൂർണ്ണമായി ഉൾക്കൊണ്ടില്ല. ജഗത്തെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഭൂമിയും സൂര്യനും ചന്ദ്രനും അടങ്ങുന്ന ഈ ഒരു ലോകത്തിനാണ്, കോസ്മിക് സിസ്റ്റത്തിനാണ് നമ്മൾ ജഗത്ത് എന്ന് വിളിക്കുന്നത്. പക്ഷെ ഋഷീശ്വരന്മാർ ജഗത്ത് എന്ന് വിളിക്കുന്ന അതിലും സൂക്ഷ്മാർത്ഥത്തിലാണ്. ജഗത്ത് എന്നുള്ള ആ ശബ്ദത്തിൽ 3 അക്ഷരങ്ങളുണ്ട്. ജ ഗ ത, അങ്ങനെയാണല്ലോ ജഗത്ത് എന്ന് പറയുന്നത്. ഈ 3 അക്ഷരങ്ങൾക്കും ഓരോ അർത്ഥങ്ങളും ഉണ്ട്. എന്താണ്? ജ എന്ന് പറഞ്ഞാൽ ജായതേ, ഗ എന്ന് പറഞ്ഞാൽ ഗച്ഛതി, ത എന്ന് പറഞ്ഞാൽ തിഷ്ഠതി. അതായത് എന്തൊന്ന് ഉണ്ടായി, ജ തിഷ്ഠതി നിലനിന്ന്, ഗച്ഛതി പോകുന്നുവോ. ഉണ്ടായി നിലനിന്ന് പോകുന്നതെല്ലാം ജഗത്താണ്. അപ്പം നമ്മുടെ ശരീരമോ അതും ജഗത്ത് തന്നെയാണ്. അപ്രകാരമുള്ള ജഗത്തിൽ നിറഞ്ഞിരിക്കുന്നവൻ, അതായത് ഉണ്ടായി നിലനിന്ന് മറഞ്ഞു പോകുന്നു ഒരു സാധനം. പക്ഷേ ഇതൊക്കെ എവിടെ നടക്കുന്നു? അവിടെയാണ് നമ്മൾ സയൻസൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടത്. ചേഞ്ച് നടക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ചേഞ്ച്ലെസ് സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പം ചേഞ്ച്ലെസ് ആയിരിക്കുന്ന ശക്തിയിലേ എന്ത് നടക്കാൻ പാടുള്ളൂ? ചേഞ്ച്. ഇതാണ് ഫിസിക്സിൻ്റെ കണ്ടുപിടുത്തം. അതായത് ഒരു ട്രെയിൻ ഓടണമെങ്കിൽ ട്രാക്ക് ഓടാൻ പാടില്ല, ഒരു വാഹനത്തിന് ഓടണമെങ്കിൽ റോഡ് ഓടാൻ പാടില്ല, ഒരു ഭൂമിക്ക് കറങ്ങണമെങ്കിൽ സ്പേസ് കറങ്ങാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഈ ശരീരം മാറുന്നു, ചിന്തകൾ മാറുന്നു. ഇതൊക്കെ മാറണമെങ്കിൽ നമ്മളിലും മാറാത്തതായൊരു ശക്തി, നിറഞ്ഞിരിക്കുന്നൊരു ശക്തി, ജഗദ്വ്യാപിൻ. എത്ര മനോഹരം നോക്കൂ. ജഗന്മയം സർവേഷാമഭിഭാവാനം, എല്ലാറ്റിലും അങ്ങ് നിറഞ്ഞിരിക്കുന്നു. ഏത് രൂപത്തിലാണ് അങ്ങേ കാണാൻ പറ്റുക? ത്വം ആത്മാ. ഏത് രൂപത്തിലാണ് കാണാൻ പറ്റുന്നത്? ആത്മാവായിട്ട് ചൈതന്യമായി നിറഞ്ഞിരിക്കുന്നു. ഹേതുരീശ്വരം, എല്ലാറ്റിനും ഹേതുവായി അങ്ങിരിക്കുന്നു. ആദി അന്തോ വസ്യ എൻ മധ്യമിതം അന്യതഹം ബഹി യദോ വ്യസ്യ നൈതാനി തൽ സത്യം ബ്രഹ്മ ചിദ്ഭവൻ. ആദി അന്തോ അസ്യ എൻ മധ്യമിതം ബഹി. ആദിയില്ല, അന്തമില്ല, മധ്യമില്ല, ഇപ്രകാരമുള്ള ഏതാനി, ഇതൊന്നുമില്ലാത്ത സത്യം, തത് ബ്രഹ്മം, തത് ചിത്. അത് തന്നെയാണ് ബ്രഹ്മം, അത് തന്നെയാണ് ചിത്, ചൈതന്യം. അതാണ് സത്യമായിട്ട് എന്നും ഇവിടെ നിലനിൽക്കുന്നത്. അപ്പം പരമശിവന് നല്ല ബോധ്യമുണ്ട്. ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യം തന്നെയാണെന്ന്. ഇത് നമ്മൾ ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കണം. ഇതാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയൊരു സമ്പത്തായി നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. എന്നിട്ട് പറയുന്നു, തവൈവ ചരണാംഭോജം ശ്രേയസ്കാമാ നിരാശിഷാം വിസർജ്യേ പ്രസിജ്യോപയത സംഘം മുനയ സമപാസതേ. ആ ചരണത്തെ കൈവരിച്ച് ചരണത്തിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ശ്രേയസ്കാമാം, പരമമായ ശ്രേയസ്സിനെ കൈവരിക്കുന്നു. വിസർജ്യ ഉപയത സംഘം മുനയ സമപാസതേ. ഭോഗാസക്തികൾ വിട്ടുകൊണ്ട് ഈ ലൗകികാസക്തികളിൽ നിന്നും മനസ്സിനെ അതിലേക്ക് ഉയർത്താൻ സാധിക്കുന്നു മഹാത്മാക്കൾക്ക്. അപ്രകാരമുള്ള ത്വം ബ്രഹ്മപൂർണമൃതം വിഗുണം വിശോകം ആനന്ദമാത്രമവികാരമനന്യതന്യൽ വിശ്വസ്യ ഹേതുരയ സ്ഥിതി സംയമാന ആത്മീശ്വരസ്യതപേക്ഷതയാനപേക്ഷാം. ത്വം ബ്രഹ്മ പൂർണ്ണം അമൃതം വിഗുണം വിശോകം ആനന്ദമാത്രം. ഇപ്പൊ ജീവിതത്തെ പരമാനന്ദത്തിലേക്ക് ഉയർത്താൻ കഴിവുള്ള സമ്പത്താണ് ഏത്? നമ്മളിൽ നിറഞ്ഞിരിക്കുന്ന, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധയെ നാം മറ്റു വിഷയങ്ങളിൽ നിന്നും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ദുഃഖത്തിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മുക്തമാവാൻ സാധിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ദുഃഖം എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ ഒരു അനുഭവത്തെക്കുറിച്ചുള്ള ആവർത്തിച്ചുള്ള ചിന്തനമാണ്. ഇപ്പോൾ ഒരാൾ ദുഃഖിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കഴിഞ്ഞു പോയതിൽ നിന്നും മനസ്സിനെ കൊണ്ടുവരാൻ സാധിക്കാത്തതാണ്. ഈ അനുഭവം ഇത് നിങ്ങൾ മറക്കരുത്. ഉദാഹരണം, ഒരു കുട്ടി കരയുന്ന സമയത്ത്, ഒരു കാര്യം കിട്ടാൻ വേണ്ടി വാശി പിടിച്ച് കരയുന്ന സമയത്ത് നിങ്ങൾക്കറിയാം കുട്ടി അതിൽ തന്നെ മനസ്സ് വെച്ച് കരഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിനെ ഉയർത്താൻ പറ്റില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? അവൻ്റെ ശ്രദ്ധ അതിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റും. ഇത് തന്നെയാണ് നമ്മളൊക്കെ ചെയ്യേണ്ടതുള്ളത്. പക്ഷെ നമ്മൾ സ്വന്തം കാര്യം വരുമ്പോൾ അത് പ്രാക്ടീസ് ചെയ്തെടുത്തിട്ടില്ല എന്ന് മാത്രം. നമുക്കറിയില്ല അത് എവിടെയാണ്
മനസ്സ് തിരിക്കേണ്ടതെന്ന്. കുട്ടിയുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും കാണിച്ചു കൊടുക്കാം, കിടി 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 എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാം. ഇത്രയും വലിയൊരാളുടെ മുന്നിൽ കിടി കിടി കാണിച്ചു വരാൻ പറ്റുമോ? അങ്ങനെ ദുഃഖിക്കാൻ നമുക്കെന്നും സാധ്യത ഉണ്ടാകുന്നു. ഒരു വലിയൊരു ബിസിനസ്സുകാരൻ്റെ മകൻ, കോടീശ്വരൻ ബിസിനസ്സുകാരൻ. അങ്ങനെ ഇരിക്കെ ഒരു വലിയ ബിസിനസ് എക്സിക്യൂട്ടീവ് കോൺഫറൻസ് വന്നപ്പോൾ ഇയാൾ അവിടെ ചെന്നു. ആ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തത് ഒരു യങ്ങായിരിക്കുന്ന സിനിമാ നടിയാണ്. കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല അവളുടെ. അപ്പം അവളുടെ സൗന്ദര്യം കണ്ടതും ഇയാൾക്ക് തോന്നി ഇവളെ തന്നെ കല്യാണം കഴിക്കാൻ. കോൺഫറൻസൊക്കെ കഴിഞ്ഞു. ശ്രദ്ധ അതിലൊന്നായിരുന്നില്ല. ശ്രദ്ധ മുഴുവൻ ഇവളോട് വർത്തമാനം പറയണം, അതിലായിരുന്നു ശ്രദ്ധ. ഏതായാലും മീറ്റിംഗൊക്കെ കഴിഞ്ഞു. ഇവളെ പേഴ്സണലായി കണ്ടു. പറഞ്ഞു, എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ വലിയ കോടീശ്വരനാണ്, ഒരേ ഒരു മകനാണ്, അച്ഛൻ്റെ കാലശേഷം സമ്പത്ത് മുഴുവൻ എനിക്കുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളെന്നെ കല്യാണം കഴിച്ചാൽ നമുക്ക് വളരെ സുഭിക്ഷമായിട്ട് ജീവിതം ആർഭാടമായിട്ട് കൊണ്ടു നടക്കാം. അപ്പോൾ അവൾ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന്. ഞാനും എൻ്റെ അച്ഛനും പിന്നെ ഒരു സർവൻ്റേ ഉള്ളൂ. അപ്പോൾ അമ്മ നേരത്തെ മരിച്ചുപോയി. എന്നാൽ നിങ്ങളുടെ വീട്ടിലൊന്ന് പോയി നോക്കാം, പെട്ടെന്ന് വേണ്ട, കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കി വയ്ക്കാം. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി അവളെ. വീടൊക്കെ കാണിച്ചു കൊടുത്തു, അച്ഛന് പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. അവൾ പറഞ്ഞു, അച്ഛൻ ആയിട്ട് ഞാൻ സംസാരിക്കാം, നിൽക്കട്ടെ, കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു ദിവസം അച്ഛൻ പറയുകയാണ് മകനോട്, നാളെ നീ ഓഫീസിലൊന്നും പോകണ്ട, ഒരു പ്രോഗ്രാമിന് വരണമെന്ന്. അപ്പോൾ ചോദിച്ചു, എന്താ പ്രോഗ്രാം എന്ന്. നിനക്കൊരു ചെറിയമ്മ വരാൻ പോകണമെന്ന്. ഇപ്പം വിചാരിച്ചു, ഏതാവോ ചെറിയമ്മ വരാൻ പോണത്. പിറ്റേ ദിവസം ഹോട്ടലിൽ ചെന്നു പാർട്ടിക്ക്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ സിനിമാ നടി. ഇവന് ഭയങ്കര വിഷമം വന്നു. ഇവന് പാർട്ടിക്ക് നിൽക്കണമെന്നില്ല, കാരണം താനാണ് പ്രപ്പോസൽ അപ്ലൈ ചെയ്ത്. ഇപ്പം എടുത്തിരിക്കുന്നത് അച്ഛനും. അവൻ ആ സിനിമാ നടിയുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു, എന്ത് ചതിയാണ് നിങ്ങൾ ചെയ്തതെന്ന്. അപ്പം അവൾ പറഞ്ഞു, അച്ഛൻ്റെ കാലശേഷമല്ലേ എനിക്ക് കോടീശ്വരി ആവാൻ പറ്റുള്ളൂ. അതും കോടീശ്വരി ആവില്ലല്ലോ, ഞാൻ കോടീശ്വരൻ്റെ ഭാര്യയല്ലേ ആവുള്ളൂ. എനിക്ക് തോന്നി ഡയറക്റ്റായിട്ട് അങ്ങോട്ട് കോടീശ്വരി ആവാനും. അതിനാണ് ഞാൻ നിങ്ങളുടെ അച്ഛനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ലോകം. അപ്പം അങ്ങനെ മനുഷ്യൻ ഒന്നിൽ തന്നെ കുരുങ്ങി അതിൽ നിന്നൊരിക്കലും പുറത്തു കിടക്കാൻ പറ്റാതെ അത് തന്നെ ജീവിതം എന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കുമ്പോൾ പിന്നീട് സ്വന്തം ജീവിതം ദുഃഖത്തിലും ദുരിതത്തിലുമാക്കുന്നു. അതുകൊണ്ട് ഭഗവാനെ, ഏകസ്തമേകം ഏകസ്തമേവ യതസൽ ദ്വയമദ്വയം ചാം സ്വർണം കൃതാകൃതമിവേഹന വസ്തുഭേദാം അജ്ഞാനതസ്ത്വയി ജനൈ വിഹിതോ വികൽപ്പോ യസ്മാൽ ഗുണൈ വ്യതികരോ നിരുപാധികസ്ത്യാം. ഏകസ്ത്വമേവം, അവിടുന്ന് ഏകമാണ്. യത് സത് ദ്വയം അദ്വയം ചാം, ദ്വയത്തിലും അദ്വയമായി നിൽക്കുന്നവനാണ് അവിടുന്ന്. ദ്വയം എന്ന് പറഞ്ഞാൽ ശരീരവും മനസ്സും ദ്വയം. അപ്പം ശരീരത്തിനും മനസ്സിനും നിലനിൽക്കണമെങ്കിൽ അദ്വയമായി ആരുണ്ടാവണം? ഭഗവാൻ വേണം. ശ്രുതികനെ പറയുന്നത്, നമ്മുടെയൊക്കെ ശരീരം നിറം കൊണ്ടും അതുപോലെ തന്നെ ആകൃതി കൊണ്ടും വയസ്സുകൊണ്ടും വ്യത്യാസമുണ്ട്. നമ്മുടെയൊക്കെ മനസ്സിലെ ചിന്തകളും വ്യത്യാസമുണ്ട്. എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യമോ, അതിൽ വ്യത്യാസമുണ്ടോ? അപ്പം ഏതിൽ വ്യത്യാസമില്ലയോ, സമാനതയുണ്ടോ, അതിനെയാണ് അദ്വയം എന്ന് വിളിക്കുന്നത്. ഏതിൽ വ്യത്യാസമുണ്ടോ, വൈവിധ്യമുണ്ടോ, അതിനെല്ലാം ദ്വയം എന്ന് വിളിക്കണം. അത് ഏതുപോലെയാണ് ഭഗവാനെ അങ്ങ് നിൽക്കുന്നത്? സ്വർണം കൃതാകൃതമിവേഹന വസ്തുഭേദം. ഇതൊക്കെ അന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഉദാഹരണങ്ങൾ. സ്വർണം കൃതാകൃതം, കൃതാകൃതം എന്ന് പറഞ്ഞാൽ ആഭരണങ്ങൾ. അനവധി ആഭരണത്തിൽ ഏതിരിക്കുന്ന പോലെ? സ്വർണം ഇരിക്കുന്നത് പോലെ. അപ്പം നമ്മുടെ ഉൾക്കാഴ്ച എന്ന് പറയുന്നത് ഈ വൈവിധ്യങ്ങളിലെല്ലാം ഒരു അദ്വയമായിരിക്കുന്ന സത്യമുണ്ടെന്ന് നാം ധരിച്ചു വച്ചിരിക്കണം. നമ്മൾ കുട്ടിക്കാലത്തെ നമ്മൾ കാണുന്നതെല്ലാം ആഭരണത്തെ കാണുന്നുണ്ട്, അതിലിരിക്കുന്ന സ്വർണത്തെ കാണാൻ നമ്മൾ അഭ്യസിക്കുന്നില്ല. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വൈവിധ്യങ്ങൾ കാണുന്നുണ്ട്, അതിനെ കൂട്ടിഘടിപ്പിക്കുന്ന ഏകത്വത്തെ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പം ഞാനും നിങ്ങളും പരസ്പരം നോക്കുമ്പോൾ നിങ്ങൾ ഏത് കുലത്തിൽ ജനിച്ചു, ആരുടെ മകനായി ജനിച്ചു, ആരുടെ മകളായി ജനിച്ചു, നിങ്ങളുടെ കഴിവെന്ത്, അറിവെന്ത്, ഇതൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ വേറെയായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മളിലെല്ലാം ഒരുപോലെ നമ്മളെ കൂട്ടിഘടിപ്പിച്ചിരിക്കുന്നത് ഒരു സത്യമാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഇതും കൂടി അറിയുന്ന സമയത്ത്, വളരെ ശ്രദ്ധിക്കുക പറയുന്നത്, ഇതും കൂടി അറിയുന്ന സമയത്ത് വാസ്തവത്തിൽ എല്ലാവരും വന്നിരിക്കുന്നത് ഒരേ സത്യത്തിൽ നിന്നാണെങ്കിൽ ഞാൻ ഒരാളെയും ആശ്രയിക്കേണ്ടതുമില്ല, ഒരാളെ ഓർത്ത് ദുഃഖിക്കേണ്ടതുമില്ല, ഒരു കാരണവശാലും തളർന്ന് ജീവിക്കേണ്ടതും ഇല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയും വേണ്ട,
നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് വിഷമിക്കുകയും വേണ്ട. ഇനി വല്ലതും കിട്ടാനുണ്ടോ, അത് കിട്ടിക്കഴിഞ്ഞാൽ സുഖമെന്നും ചിന്തിച്ച് ജീവിക്കേണ്ട. ഇപ്പോൾ തന്നെ ഈ നിമിഷം എൻ്റെ കൂടെ പോയത് നഷ്ടപ്പെട്ടതിനെ ഓർക്കാനും ഇനി വരാൻ പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനും എൻ്റെ മനസ്സിന് പ്രാപ്തി നൽകുന്ന ആരുണ്ട് കൂടെ? ഭഗവാനുണ്ട്. ഇങ്ങനെ ശ്രദ്ധയെ നമുക്ക് വീണ്ടും വീണ്ടും ആഭരണത്തിൽ നിന്നും സ്വർണത്തിലേക്ക് കൊണ്ടുവരുന്നത് പോലെ. ഉദാഹരണത്തിന് ഒരാൾ ജ്വല്ലറി ഷോപ്പിൽ ചെല്ലണം, എന്നിട്ടൊരു മോതിരം വിൽക്കാൻ പോകുന്നു. ആ മോതിരം വിൽക്കുന്ന സമയത്ത് അയാൾക്ക് വളരെ വിഷമമുണ്ട്. കല്യാണത്തിന് ഭാര്യ ഇട്ട് കൊടുത്ത മോതിരമാണ്. അയാളുടെ മനസ്സിൽ വലിയ വേദനയാണ്. അയാൾ മോതിരത്തെ അല്ല കാണുന്നത്, അയാൾ കാണുന്നത് ഭാര്യയുടെ ആ സ്നേഹം മുഴുവനാണ് കാണുന്നത്. എന്നാൽ അത് ഉരസുന്ന ആ ജ്വല്ലറിക്കാരനോ, ഇയാളുടെ ഭാര്യയാണോ കാണുന്നത്? ആ ജ്വല്ലറിക്കാരൻ ഉരസുന്ന സമയത്ത് എൻ്റെ തങ്കമണിയാണല്ലോ, ഇയാൾ തങ്കമണിയെ ഓർക്കുന്നുണ്ടാവുക. കാരണം തൻ്റെ ഭാര്യയാണോ അയാൾ ഉരസുന്ന പോലെ അയാൾക്ക് തോന്നുന്നത്. പക്ഷേ ആ ജ്വല്ലറിക്കാരൻ എന്താ നോക്കുന്നത്? അയാൾക്ക് സ്വർണ്ണമാണ്. അയാളുടെ ശ്രദ്ധ സ്വർണത്തിലും മറ്റാളുടെ ശ്രദ്ധ അത് തന്നിരിക്കുന്ന വ്യക്തിയിലുമാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ബാഹ്യമായതിൽ മാത്രം ശ്രദ്ധ വയ്ക്കുമ്പോൾ മനസ്സ് അസ്വസ്ഥമാക്കുന്നു. ആ ഏകസ്ത്വമേവം സതസദ്വയമദ്വയം ച സ്വർണം കൃതാകൃതമിവേകനവസ്തുഭേദാം അജ്ഞാനതസ്ത്വയി ജനൈ വിഹിതോ വികൽപ്പോ യസ്മാൽ ഗുണൈ വിധികരോ നിരവാധികസ്ത്യാം. എന്തുകൊണ്ടാണ് ആളുകൾക്കത് സാധിക്കാത്തത്? അജ്ഞാനം. അതായത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഇതിനെല്ലാം കോർത്തിരിക്കുന്ന ആ സത്യത്തെക്കുറിച്ച് നമ്മളാരും മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ വൈവിധ്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ വൈവിധ്യങ്ങളെ കോർക്കുന്ന ഏകത്വത്തെ മനസ്സിലാക്കിയില്ല. മാലയെ നമ്മൾ കാണുന്നുണ്ട്, നൂലിനെ നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഒരു വസ്തുവിനെക്കുറിച്ചുള്ള അറിവ് പൂർണ്ണമാവണമെങ്കിൽ ശ്രദ്ധിക്കും, ഒരു വൃത്തം വരച്ചു, ആ വൃത്തം വരച്ച് അതിനെ പകുതിയാക്കി. അപ്പം 360 ഡിഗ്രിയുള്ള ഒരു വൃത്തം പകുതിയാക്കിയാൽ എത്രയും 180. ഒരു വൃത്തത്തിൻ്റെ 180 ഡിഗ്രി എത്ര സത്യമാണോ അത്രയും സത്യമാണ് അതിൻ്റെ മറ്റേ 180 ഡിഗ്രിയും ആണോ അല്ലയോ? ഇതുപോലെ നമ്മൾ കാണുന്ന വൈവിധ്യങ്ങൾ എത്ര കണ്ട് സത്യമാണോ, 180 ഡിഗ്രി എത്ര കണ്ട് സത്യമാണോ അത്രയും സത്യമാണ് ഈ വൈവിധ്യങ്ങൾക്ക് നിലനിൽപ്പ് കൊടുക്കുന്ന മറ്റൊരു 180 ഡിഗ്രി. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, മാലയിലെ പൂക്കൾ എത്ര കണ്ട് സത്യമാണോ അത്രയും സത്യമുണ്ട് ഏതിന്? നൂലിന്. ഇനി അത്രയും സത്യമുണ്ട് എന്നല്ല പറയേണ്ടത്, അതിനേക്കാൾ സത്യമുണ്ട്. അതെന്താ അതിനേക്കാൾ സത്യം എന്ന്? കാരണം മാലയിലെ പൂക്കളിലെ ഇതളുകൾ കൊഴിഞ്ഞു പോയാലും നൂലിനെ അത് ബാധിക്കുന്നില്ല. അപ്രകാരം ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാനും ആ പൂക്കളിൽ നിന്ന് ശ്രദ്ധ നൂലിലേക്ക് തിരിക്കാനും നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമുക്ക് വൈവിധ്യങ്ങളെയും കാണാൻ പറ്റും, അതിനെല്ലാം കോർത്തിരിക്കുന്ന ഏകത്വത്തെയും കാണാൻ സാധിക്കും. ഇത് നമ്മൾ അഭ്യസിച്ചു കഴിഞ്ഞാൽ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം നമ്മുടെ ഉള്ളിൽ കണ്ടെത്താൻ നമുക്ക് പറ്റും. ഇപ്രകാരം പറഞ്ഞിട്ട് പറഞ്ഞു, അതുകൊണ്ട് ഭഗവാനെ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും അങ്ങ് ഒരു പെണ്ണിൻ്റെ വേഷമെടുത്തുവല്ലോ. ഞാൻ പല പല അവതാരങ്ങളെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതൊരു സ്പെഷ്യൽ അവതാരമാണ്. അതുകൊണ്ട് അവതാരമയാ ദൃഷ്ട രമമാണസ്യ തേ ഗുണൈ സോഹം തൽ ദൃഷ്ടുമിച്ഛാമി തത്തേ യോഷിൽ വപുർധൃതം. അങ്ങയുടെ ഈ യോഷിത് രൂപം, പെണ്ണിൻ്റെ രൂപം കാണണമെന്ന് എനിക്കൊരു മോഹം. അപ്പം പരമശിവന് അന്ന് ആ എന്താണ് ഭഗവാൻ അസുരന്മാരിൽ നിന്നും അമൃതഭരിക്കാൻ വേണ്ടി എടുത്ത മനോഹരമായിരിക്കുന്ന മോഹിനി രൂപം ഒരിക്കൽ കൂടി ഒന്ന് കാണണമെന്നൊരു മോഹം, അത് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അന്ന് അങ്ങ് കാണിച്ചു കൊടുത്ത രൂപമില്ലേ ഭഗവാനെ, ഒന്ന് എനിക്ക് കാണിച്ചു തരണമെന്ന്. ഭഗവാൻ പരമശിവൻ്റെ മുഖത്തേക്ക് നോക്കി, പാവം വല്ലാത്തൊരു മോഹം, ഞാൻ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നവനാണെന്നൊക്കെ അറിയാം. ഇനിയിപ്പോൾ അത് വിട്ടിട്ട് ഏതിലേക്കാണ് വന്നിരിക്കുന്നത്? എൻ്റെ ഈ മേക്കപ്പ് ഫോമാണ് കാണരുത് ഭഗവാന്. പരമശിവൻ്റെ കണ്ണിലേക്ക് നോക്കി, സതീദേവി ഇല്ലേ, ഇനിയിപ്പോൾ എൻ്റെ രൂപം കാണണോ, ഇനിയും എന്നെ കൊണ്ടൊരു പെണ്ണിൻ്റെ വേഷം കെട്ടിക്കണമെന്ന്. അങ്ങനെ ഭഗവാന്റെ അവതാരങ്ങളിലല്ലോ ഭഗവാന് ഒരേ അവതാരമാണ് 2 പ്രാവശ്യം എടുക്കേണ്ടി വന്നത്. അതാണ് മോഹിനി വേഷം. ഒന്ന് അമൃത് തിരിച്ചു കൊണ്ടുവരാനും, രണ്ടാമത്തത് പരമശിവന് വേണ്ടിയിട്ട് സ്പെഷ്യൽ. ഇങ്ങനെ ഭഗവാൻ സ്പെഷ്യലായിട്ടൊരു ഒരിക്കൽ കൂടി അവതാരം എടുത്തു എന്ന് പറയാനും. ഇപ്രകാരം പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, നോക്കൂ പരമശിവ, ഞാൻ അന്നത് എടുത്തത് എന്തിനാണെന്നറിയോ? കൗതൂഹലായ ദൈത്യാനം യോഷിൽ വേഷോ മയാ കൃത പശ്യതാ സുരകാര്യാണി ഗതേ പീയൂഷഭാജനേ. ഞാൻ ആ അസുരന്മാരെ മോഹിപ്പിച്ചുകൊണ്ട് അമൃതം കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത കാര്യമായിട്ടൊന്നും ഇല്ല, അതിൽ അത്ര കാണേണ്ട ആവശ്യമൊന്നുമില്ല.
പരമശിവൻ പറഞ്ഞു അങ്ങനെയല്ല, അത് കണ്ടേ പറ്റുള്ളൂ എന്ന്. ഒരേ ഒരു വാശി പരമശിവന്. അപ്പൊ പറഞ്ഞു തത്തേഹം ദർശയിഷ്യാമി ധൃതിക്ഷോ സുരസത്തമ, അങ്ങേക്ക് ഞാൻ കാണിച്ചു തരാം. അത് പറഞ്ഞ് ഭഗവാൻ അന്തർദീയത. പിന്നെ അങ്ങോട്ട് കാണുന്ന കാഴ്ചകൾ, ഭഗവാൻ പരമശിവൻ നോക്കുമ്പോൾ അതിമനോഹരമായൊരു ഉദ്യാനം. പരമശിവന്റെ തൊട്ടടുത്ത് സതീദേവി ഉണ്ട്, ഭൂതഗണങ്ങളുണ്ട്. ഇവരൊക്കെ കൊണ്ടാണ് പോയത് അത് കാണാൻ. താൻ ഒറ്റയ്ക്ക് കാണണ്ടെന്ന് വിചാരിച്ചിട്ട് ഒറ്റയ്ക്ക് പോയി കണ്ടു വെച്ചാൽ പിന്നെ സതീദേവി കുടുംബകലഹം ഉണ്ടാക്കില്ലേ. അതുകൊണ്ട് സതീദേവിയും കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാൻ ആ ഒരു ഉദ്യാനത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഓ തതോദശോപവനേവരസ്ത്രിയം വീത്രപുഷ്പാരുണ പല്ലവദ്രുമേ വിക്രീഡിതം കന്തുകലീലയാലസൽ ദുഗൂലപര്യസ്തനിതംബമേഖലം. പരമശിവൻ നോക്കുന്ന സമയത്ത് കാണുന്നത് നല്ല ഉദ്യാനം, നിറയെ ചെടികളും മരങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലം. ആ സ്ഥലത്ത് അതീവ സുന്ദരി, നല്ല പെർഫ്യൂമിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പരമശിവൻ ഒറ്റ നോട്ടേ നോക്കിയുള്ളൂ. കയ്യിൽ പന്ത് വെച്ച് കളിക്കുന്നൊരു പെൺകുട്ടി. ശരീരമാണെങ്കിലോ പകുതിയൊക്കെയാണ് വസ്ത്രം ധരിച്ചിരിക്കുന്നത്. അന്നത്തെ കാലഘട്ടത്തിലെ വസ്ത്രധാരണമൊക്കെ അങ്ങനെയാണല്ലോ. അങ്ങനെ ദേവിയുടെ പന്ത് കളിക്കുന്ന സമയത്ത് നിതംബങ്ങൾ ഇങ്ങനെ കുലുങ്ങുന്നത് പരമശിവൻ കണ്ടതോടുകൂടി പകുതി ആവർത്തനോദ്ധത്തരണം പിതസ്തന പ്രകൃഷ്ടഹാരോരു ഭരേ പദേ പദേ പ്രഭജ്യമാനാമിവ മധ്യലസ്ഥലൽ പദപ്രവാളം നയതിം തതസ്തദാം. അന്നൊക്കെ ഈ മുലക്കച്ച എന്ന് പറയും, അന്നത്തെ ഡ്രസ്സ് അതാണല്ലോ. അങ്ങനെ ഈ പന്ത് കളിക്കുന്ന സമയത്ത് ദേവിയുടെ വസ്ത്രം അങ്ങനെ അഴിഞ്ഞു വീഴുന്ന സമയത്ത്, ആ മുടിയൊക്കെ അങ്ങനെ അഴിഞ്ഞു വീഴുന്ന സമയത്ത് ആ പരമശിവന്റെ ശ്രദ്ധ അതിലേക്ക് വന്നിട്ട് പറയുന്നു, ദിക്ഷുഭ്രമ കന്തുക ചാപലീഭൃശം പ്രോദിഗ്നതാരായുധലോലോചനം സകർണ വിഭ്രാജിത കുണ്ടലോല്ലസൽ കപോല നീലാളിക മണ്ഡിതാനനം. ഇപ്രകാരം പരമശിവൻ നോക്കുമ്പോഴേക്കും ആ ദേവി ഒളിക്കണ്ണുകൊണ്ട് നോക്കണു. ഇന്നത്തെ എല്ലാ പ്രേമത്തിന്റെ ചാബല്യങ്ങളുണ്ടല്ലോ. കാരണം നോട്ടവും ഓട്ടവും പന്തെടുത്തിട്ട് ഓടുന്നതും മലയുടെ മുകളിലേക്ക് ഓടുന്നതും വൃക്ഷത്തിന്റെ ചുറ്റും ഓടുന്നതും നോക്കൂ. നിങ്ങൾ ഓരോ വരികളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇങ്ങനെ ഓരോരോ ഗോഷ്ഠികൾ കാണിച്ചിട്ട് താം വീക്ഷദേവ ഇതി കന്തുകലീലയേഷൽ വ്രീഡാസ്ഫുടമിത വിസൃഷ്ടകടാക്ഷമുഷ്ടാം ശ്രീ പ്രേക്ഷണ പ്രതി സമീക്ഷണ വിഖലാത്മാ നാത്മാനമന്തിക ഉമം സ്വഗണം വേദാം. ആ കാഴ്ച കണ്ട് 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 പരമശിവന്റെ കണ്ണ് അവിടെ ഒട്ടിപ്പോയി. ആത്മാനമന്തികം ഉമ. കൂടെ ആരുണ്ടായിരുന്നു? ഉമയുണ്ടായിരുന്നു. അവളെ ഒന്നും കണ്ടതേ ഇല്ല എന്ന്. അപ്പൊ ശിവന്റെ കൈ മുറുകെ പിടിച്ചിട്ട് സതീദേവി ഉണ്ടായിട്ടും അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. സതി ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നത് പരമശിവ പരമശിവ എന്നൊക്കെ. എന്ത് പരമശിവൻ? ഒരു ബോധമില്ല. അതിലേക്ക് അങ്ങനെ മനസ്സ് ലയിച്ച് 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 പിന്നെ പരമശിവന് കൺട്രോൾ പോകാൻ തുടങ്ങി. പരമശിവൻ എന്ത് ചെയ്തു? ഏവം താം രുചിരാഭാംഗിം ദർശനീയം മനോരമാം ദൃഷ്ട്വാ തസ്യം മനശ്ചക്രേ വിഷജ്ജന്ത്യം ഭവക്കിലാം തയാപഹൃത വിജ്ഞാനം തൽകൃത സ്മരവിക്വലാം ഭവാന്യാ വിപശ്യന്ത്യാം അധക്രീ തൽപദം യയോ. അങ്ങനെ ആ ദേവിയുടെ രൂപം കണ്ട് 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 അതിലേക്ക് മനസ്സ് വെച്ച് അത്രയും അതിൽ ആകർഷിതനായിട്ട് മനശ്ചക്രേ മനസ്സതിൽ വെച്ച് അപഹൃത വിജ്ഞാനം, താൻ ആരാണെന്നും എന്താണെന്നും ഈ മോഹിനി ആരാണെന്നും ഒക്കെ ദേവൻ അങ്ങോട്ട് മറന്നുപോയി. അത് മറന്നതും തൻ്റെ കൂടെയുള്ളവരെ പിന്നെ ഓർക്കുവോ? തന്നെ തന്നെ ബോധമില്ലാത്ത ഒരാള്. അവിടുന്ന് പിന്നീട് കാണുന്നത് താമന്നുകച്ചൽ ഭഗവാൻ ഭവ പ്രമുഷേതേന്ദ്രിയം കാമസ്യ ചവശം നീത കരേണമ്യൂതവാം. ഒരു ആന എപ്രകാരമാണോ മതം അതിന് വന്നു കഴിഞ്ഞാൽ, കാമമതം വന്നു കഴിഞ്ഞാൽ ഒരു പെണ്ണാനയുടെ പിടിയാനയുടെ പിന്നാലെ ഓടുന്നത്, അതുപോലെ കാമം വശത്തിലെത്തിയ പരമശിവൻ, പണ്ട് കാമദേവനെ ചുട്ടുകരിച്ച് ഭസ്മമാക്കിയ പരമശിവൻ ഇപ്പോൾ ആരുടെ പിന്നാലെ ഓടുന്നു? മോഹിനിയുടെ പിന്നാലെ ഓടാൻ തുടങ്ങി. ഇനി അവർ തമ്മിലുള്ള ഓട്ടാണ്. അതും വളരെ രസമായിട്ട് ഭാഗവത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. ശ്രീശുഖ ബ്രഹ്മർഷി ഉണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെയാവും ഒബ്സർവ് ചെയ്തത്? ഈ കാലഘട്ടത്തിലാണെങ്കിൽ നമുക്ക് സിനിമയെങ്കിലും കണ്ടിട്ട് പറയാൻ പറ്റും. അല്ല, സത്യം നമുക്ക് കുറേയൊക്കെ എനിക്ക് പറയാൻ പറ്റുന്നത് പണ്ട് സിനിമ കണ്ടുകൊണ്ടാണ്, കഥകളിയൊക്കെ കണ്ടുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത്ര വർണ്ണിക്കാൻ അദ്ദേഹത്തിന് അതൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഇതൊക്കെ വർണ്ണിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരം തന്നെയാണ്. അപ്പോൾ ഇന്ന് നടക്കുന്നതൊക്കെ അന്നുണ്ട്. സോ അനുവ്രജ്യാതിവേഗേന ഗൃഹീതാനിച്ചതിം സതിം ശ്രിയം കേശബന്ധ ഉപാനീയ ബാഹുഭ്യം പരിഷസ്സജേ. പരമശിവൻ ചാടി കയറി ഓടി അങ്ങോട്ട് ചെന്ന് ആലിംഗനം ചെയ്യാൻ നോക്കുന്നു. പക്ഷെ കയ്യിലേക്ക് കിട്ടിയത് മുടിയാണ്. എന്തോ ഭാഗ്യത്തിന് വെപ്പുമുടിയായിരുന്നില്ല, അല്ലെങ്കിൽ അത് ഊരിപ്പോരുമായിരുന്നോ?
അത് ഒറിജിനൽ മുടിയായതുകൊണ്ട് ആളെ തന്നെ വലിച്ചെടുത്തു. അപ്പോഴേക്കും ദേവി സോപകൂടാ ഭഗവതാം കരുണാ കരുണീയതാം ഇതസ്തത പ്രസർപ്പന്തി വികീർണ ശിരോരുഹാം ആത്മാനം മോചയിതാംഗ സുരക്ഷഭുജാന്തരൽ പാദ്രവത്സാം പ്രതിശ്രോണി മായാ ദേവവിനിർമ്മിതാം തസ്യാസോ പദവിം രുദ്രോ വിഷ്ണോരദ്ഭുതകർമ്മണ പ്രത്യപദ്യത കാമേന വൈരിണേവ വിനിർജിതാം. ഇപ്രകാരം പരമശിവൻ ആലിംഗനം ചെയ്യാൻ ശ്രമിക്കുന്നു. ആ ദേവി അതാ കുതിരി ഓടുന്നു, കൈയെല്ലാം തട്ടി മാറ്റിയിട്ട് ദേവി ഓടുന്നു. വീണ്ടും പരമശിവൻ ഓടുന്നു. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു അപകടം ഉണ്ടായി. അതെന്താണ്? നല്ല കാറ്റിൽ ദേവിയുടെ വസ്ത്രം അങ്ങോട്ട് പോയി. പിന്നെ പരമശിവന് യാതൊരു കൺട്രോളും ഇല്ല. പരമശിവൻ ആകെ തന്നെ മറന്ന് പരിപൂർണമായി തൻ്റെ മനസ്സിനെ ആരിലേക്ക് സമർപ്പിച്ചു? മോഹിനി വേഷത്തിൽ അങ്ങേയറ്റം നിന്നതും പിന്നീട് ഓടുന്ന സമയത്ത് എന്തുണ്ടായി? തസ്യാനുദാവതോ രേതശ്ചന്ദാമോഹരേതസ ശുഷ്മിനോ യൂതപസ്യേവ വാസിതാമനുധാവതാം യത്ര യത്രാപതൻ മഹ്യം രേതസ്യ മഹാത്മന താനി രൂപസ്യ ഹേംനസ്യ ക്ഷേത്രാണ്യാസൻ മഹീപദേ. അങ്ങനെ കാമത്താൽ ആവേശിതനായി തന്നെ മറന്നുകൊണ്ട് ആ ദേവിയുടെ പിന്നാലെ ഓടിയതും ഇദ്ദേഹത്തിന് കാമ ആവേശം വന്ന് ഉള്ളിൽ നിന്ന് ബീജം സ്ഖലനം ചെയ്തു പറയാണ്. രേതസ് പുറത്തുപോയി എന്നാണ്. അപ്പം ഈ കഥ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണേ. ഇവിടെയാണ് പലരും മോഹിനി ദേവിയിൽ പരമശിവന്റെ ബീജം വീണിട്ടാണത്രേ അയ്യപ്പസ്വാമിയുടെ കഥ നമ്മൾ കേരളത്തിൽ കേട്ടിരിക്കുന്നത്. എന്നാൽ ഭാഗവതത്തിൽ വളരെ ശ്രദ്ധിക്കും. ഇവിടെ ഈ ശ്ലോകം പറയുന്നത് 33-ാമത്തെ ശ്ലോകത്തിൽ എത്ര പതന്മഹ്യം, എവിടെയൊക്കെയാണോ ആ ബീജം വീണിരിക്കുന്നത്, രേതസ്തസ്യ മഹാത്മന, ആ മഹാത്മാവിന്റെ രേതസ് എവിടേക്കാണോ വീണിരിക്കുന്നത്, താനി രൂപസ്യ ഹേംനസ്യ, അതെന്തായി മാറി? സ്വർണവുമായി, രൂപസ്യ വെള്ളിയുമായി എന്നാണ്. അപ്പം എവിടെയൊക്കെയാണോ വീണിരിക്കുന്നത് അത് വെള്ളിയും സ്വർണവുമായി ഒരു കുട്ടിയായി മാറി എന്നുള്ളത് ഭാഗവതത്തിൽ എഴുതി വെച്ചിട്ടില്ല. ക്ഷേത്രാണ്യാസൻ മഹീപദേ. എന്നിട്ടെന്തുണ്ടായി? ബീജം പോയതോടുകൂടി, തൻ്റെ ഉള്ളിൽ നിന്ന് ശക്തി പോയതോടുകൂടി പരമശിവന് മനസ്സിലായി ഞാൻ അവിവേകമാണ് കാട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന്. സ്കന്ദേരേതസിസോപശ്യൽ ആത്മാനം ദേവമായയാം ജഡീകൃതം നഭശ്രേഷ്ഠാം സന്നിവർത്തതകസ്മലൽ. ഇങ്ങനെ ജീവന്റെ ശക്തിയായിരിക്കുന്ന ആ ബീജം പുറത്തു പോയപ്പോഴാണ് മനസ്സിലായത് ജഡീകൃതം. എൻ്റെ മനസ്സിപ്പോ ഏതിലേക്കാണ് വന്നിരിക്കുന്നത്? ജഡത്തിലേക്കാണ് വന്നത്. ഞാനൊരു ജഡമായി തീർന്നിരിക്കുന്നു എന്ന് പരമശിവന് ബോധ്യം വന്നു.